ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പ്രവാസി ക്ഷേമനിധിയിൽ ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് മറന്നുപോയാൽ എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കേരള പ്രവാസി ക്ഷേമനിധിയിൽ ഓൺലൈനായിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ പ്രവാസി ക്ഷേമനിധി ഓൺലൈനായിട്ട് എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം, അതുപോലെ പ്രവാസി ക്ഷേമനിധിയുടെ മെമ്പർഷിപ്പ് കാർഡ് എങ്ങനെ ഓൺലൈനായിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് പ്രവാസി ക്ഷേമനിധിയിൽ ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് മറന്നുപോയവർക്ക് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനെ നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പ്രവാസി വെൽഫെയർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രവാസി വെൽഫെയർ ലോഗിൻ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾക്ക് പാസ്വേഡ് അറിയില്ലെങ്കിൽ താഴെയുള്ള ഫോർഗെറ്റ് പാസ്വേഡ് എന്നുള്ളൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ എത്രയാണോ ആ ഒരു മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെയുള്ള വെരിഫൈ മൊബൈൽ നമ്പർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ കൺട്രി കോഡ് അവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് കൺട്രി കോഡ് ഏത് കൺട്രിയുടെ മൊബൈൽ നമ്പറാണോ ആ ഒരു കൺട്രിയുടെ പതാക സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകുന്നതാണ്. അതിനുശേഷം ആർ യു ഷുവർ കണ്ടിന്യൂ എന്നുള്ളൊരു ബട്ടൺ കാണാം. ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വന്ന വൺ ടൈം പാസ്വേഡ് ഈ താഴെ കാണുന്ന എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്നുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആർ യു ഷുവർ കണ്ടിന്യൂ എന്നൊരു ബട്ടൺ കാണാം. ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് ബോക്സ് ഓപ്പണായി വരുന്നതാണ്. ആദ്യത്തെ കോളത്തിൽ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, അക്കങ്ങൾ, ചിഹ്നങ്ങൾ അടങ്ങുന്ന പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ 8 അക്കത്തിൽ കുറയാത്ത സംഖ്യകൾ ഉപയോഗിച്ച് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഗ്രീൻ മാർക്കിൽ വന്നിട്ടുണ്ടാവും. അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് ഓക്കെയാണ്. അതിനുശേഷം താഴെയുള്ള ബോക്സിലും നിങ്ങൾ മുകളിൽ കൊടുത്ത പാസ്വേഡ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള റീസെറ്റ് പാസ്വേഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു. പാസ്വേഡ് അറിയാത്തവർക്ക് ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് റീസെറ്റ് ചെയ്യാം. ആർ യു ഷുവർ കണ്ടിന്യൂ എന്നൊരു ബട്ടൺ കാണാം. അതിൽ ഓക്കെ കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ പാസ്വേഡ് സക്സസ്ഫുള്ളായി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ആദ്യത്തെ കോളത്തിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ, അതുപോലെ രണ്ടാമത്തെ കോളത്തിൽ പുതിയ പാസ്വേഡ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതിലെന്താണോ കാണുന്നത് അത് അതുപോലെ തന്നെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ആപ്ലിക്കേഷൻ നമ്പർ, മെമ്പർഷിപ്പ് നമ്പർ എല്ലാം കാണാൻ സാധിക്കും. ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് അറിയില്ലെങ്കിൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രവാസി ക്ഷേമനിധി ഓൺലൈനായിട്ട് എങ്ങനെ അടയ്ക്കാം, അതുപോലെ പ്രവാസി ക്ഷേമനിധിയിൽ ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം, അതുപോലെ പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ ക്ഷേമനിധി കാർഡ് എങ്ങനെ ഓൺലൈനായിട്ട് പ്രിൻറ്റ് ചെയ്യാം, അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.